അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പാൽ മാംസത്തിനോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി വളർത്തുന്ന പശുക്കളിൽ നിന്നാകരുതെന്ന് കർശന നിർദ്ദേശം പുറപ്പെടുവിച്ച് ഇന്ത്യ. മതപരവും സാംസ്കാരികവുമായ കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് രാജ്യം പോകുന്നതെന്നും അമേരിക്കയിൽ മാംസം വളർത്തുന്ന പശുക്കളിൽ നിന്നുള്ള പാൽ ഇന്ത്യൻ മതവിശ്വാസങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബവുമായും ഗോത്ര നേതാക്കളുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. വധശിക്ഷ മരവിപ്പിച്ചതിന് പിന്നാലെ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തുന്ന ആക്ഷൻ കൗൺസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നന്ദി അറിയിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. യമനിലെ പ്രമുഖ സൂഫി ഗുരുവായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുൽ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് കഴിഞ്ഞ ദിവസം യമനിൽ തുടക്കം കുറിച്ചത്. ഗോത്ര നേതാക്കളും തലാലിന്റെ ബന്ധുക്കളും നിയമസമിതി അംഗങ്ങളും കുടുംബാംഗങ്ങളും ചർച്ചകളിൽ പങ്കാളികളായിരുന്നു. ഹബീബ് അബ്ദുൾ റഹ്മാൻ മഹ്ഷൂസിന്റെ നേതൃത്വത്തിലുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുല്ല ഉന്നതതല സംഘം തലാലിന്റെ ജന്മനാടായ ഉത്തര യമനിലെ ധമാറിലാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. പന്തീരങ്കാവ് ബാങ്ക് കവർച്ചാ കേസിൽ പ്രതി ഒളിപ്പിച്ച പണം കണ്ടെത്തി. ഒളിച്ചു സൂക്ഷിച്ച 39 ലക്ഷം രൂപയാണ് കണ്ടെടുത്തത്. മുഖ്യപ്രതി ഷിബിൻ ലാലിന്റെ വീടിന് 500 മീറ്റർ മാറി പറമ്പിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലാണ് പണം കണ്ടെടുത്തത്. പ്രതി ഷിബിൻ ലാലുമായി നടത്തിയ തെളിവെടുപ്പിലാണ് പണം കണ്ടെത്തിയത്. ഷിബിൻ ലാലിനെ പിടികൂടുമ്പോൾ കയ്യിൽ നിന്നും 1 ലക്ഷം രൂപ മാത്രമേ പിടികൂടാൻ സാധിച്ചിരുന്നുള്ളൂ. പണമടങ്ങിയ ബാഗ് കരിമ്പാല സ്വദേശിയായ ഒരാൾക്ക് കൈമാറിയെന്നും തന്റെ കയ്യിൽ ഇത്രയും പണം മാത്രമേ ഉള്ളൂ എന്നുമാണ് ഷിബിൻ ലാൽ പോലീസിൽ മൊഴി നൽകിയത്. പോലീസ് കമ്മീഷണർക്ക് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി ഷിബിൻ ലാലിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് അവശേഷിച്ച പണം കൂടി കണ്ടെത്താൻ സാധിച്ചത്. ഫറൂഖ് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ തീവ്രമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അതിശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബുധനാഴ്ച ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും വെള്ളിയാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും അതിശക്തമായ മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. KSRTC തിരുവനന്തപുരം, മൂന്നാർ എന്നിവിടങ്ങളിൽ ആരംഭിച്ച ഡബിൾ ഡെക്കർ സർവീസുകൾ വലിയ രീതിയിൽ യാത്രക്കാർ ഏറ്റെടുത്തതിനെ തുടർന്ന് വ്യവസായ നഗരമായ കൊച്ചിയിൽ KSRTC ഡബിൾ ഡെക്കർ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ജൂലൈ 15 ചൊവ്വാഴ്ച ഇന്ന് വൈകിട്ട് 5 മണിക്ക് KSRTC ജെട്ടി സ്റ്റാൻഡിൽ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് കൊച്ചി ഡബിൾ ഡെക്കർ സർവീസ് ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 18 ദിവസത്തെ വാസം പൂർത്തിയാക്കി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഭൂമിയിലേക്ക് തിരിച്ചെത്തി. ശുഭാംശു അടങ്ങുന്ന ആക്സിയം 4 സംഘത്തെ വഹിച്ചുകൊണ്ട് ഡ്രാഗൺ ഗ്രേഡ് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്ത് തിരിച്ചു ഭൂമിയിലേക്ക് യാത്ര ചെയ്ത് കാലിഫോർണിയക്കടുത്ത് കടലിലിറങ്ങി. സ്പേസ് എക്സിന്റെ റിക്കവറി കപ്പൽ അവരെ തീരത്തേക്ക് കൊണ്ടുപോയി.